പേര് മണിലാൽ ശബരിമല, ആർട്ടിസ്റ്റ്. ഞാൻ ഏകദേശം 25 വർഷമായിട്ട് ആർട്ട് ഫീൽഡിലുണ്ട്. കൂടുതലും സമയം കേരളത്തിന് വെളിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വലിയ സപ്പോർട്ട് ആൾക്കാരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് വരയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അതിനുമുമ്പ് ഞാൻ ഭൂട്ടാൻ ടീച്ചറായിരുന്നു. ഏകദേശം 99 ഞാൻ റിസൈൻ ചെയ്തു, ഹൈദരാബാദിൽ വന്നു. വൈഫോടെ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു. അങ്ങനെ അവിടെ ഈ ആർട്ട് ഫീൽഡിൽ എൻ്റർ ചെയ്തു. ബേസിക്കലി ടാലൻറ്റഡ് ആയതുകൊണ്ട് എനിക്കിഷ്ടമായിരുന്നു വരയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ സ്റ്റാർട്ടിങ് ഞാൻ ഗണപതിയെ ബേസ് ചെയ്തുകൊണ്ട് എക്സിബിഷൻസൊക്കെ നടത്തി. അപ്പോൾ ഗണപതി എന്ന് പറയുന്നത് ഈ ഗോഡ് ഓഫ് ഗോഡ്സ്, ദൈവങ്ങളുടെ ദൈവം എന്നാണ് പറയപ്പെടുന്നത്. പവർഫുൾ ഒരു എന്താ പറയുക, ഒരു സിംബൽ ഓഫ് ഹിന്ദു മിത്തോളജിയാണ്. അപ്പോൾ മാക്സിമം ഫ്ലെക്സിബിലിറ്റി വരയ്ക്കാനെ കൊണ്ടുള്ള ഒരു മൂർത്തി ഭാവമാണ് ഗണപതി. അങ്ങനെ പല ഭാവങ്ങളിലും രൂപങ്ങളിലും വരച്ച സമയത്ത് പിന്നീട് ഞാൻ അല്പം രീതി മാറ്റി ഗണപതി പവർ അല്ലെങ്കിൽ എനർജി എന്നുള്ളൊരു സയൻറ്റിഫിക് രീതിയിലാക്കിയിട്ട് മാക്സിമം ഫ്ലെക്സിബിലിറ്റിയും കൊടുത്ത് ഓരോ കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട്, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹോളി ബോക്സിലുള്ള ഓരോ മിതോളജി ബേസ്ഡ് കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ, അത് ചിലപ്പോൾ റിയലിസ്റ്റിക്കിൽ നിന്ന് മാറിയുള്ള ഡിസ്റ്റോർട്ടഡ് ഫോമിലൊക്കെ വരച്ചു തുടങ്ങി. അത് പബ്ലിക് സപ്പോർട്ടൊക്കെ കിട്ടി. അങ്ങനെ കൂടുതൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാരലായിട്ട് ഞാൻ മൈക്രോൺ പെൻ, ക്യാൻസൺ പേപ്പറിൽ ഡ്രോയിങ്സിലേക്ക് കടന്നു. ഡ്രോയിങ്സ് എന്നെ വളരെ ഹരം പിടിപ്പിച്ചു. അപ്പോൾ ഡ്രോയിങ്സ് ഇൻസ്പയർഡായി. അങ്ങനെ ഞാൻ ഡ്രോയിങ്സിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പോൾ പെയിൻറ്റിങ് അങ്ങ് കുറച്ചിട്ട് ഡ്രോയിങ്സ് ആക്കി. അപ്പോൾ ഡ്രോയിങ്സ് അത് ഓരോ ഫിലോസഫി, ഓരോ കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഡെയിലി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് വിത്ത് പീപ്പിൾ കിട്ടുന്ന നോളജ്, അനുഭവങ്ങൾ ബേസ് ചെയ്തുകൊണ്ട്, മനുഷ്യൻ്റെ മാനസിക ഭാവങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. അങ്ങനെ വരച്ചു പോകുന്ന സമയത്ത് കുറേ എക്സിബിഷൻസ് നടത്തി. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതിൽ ഇൻ കണക്ഷൻ വിത്ത് ആ ഡ്രോയിങ് ആണ്. ആ ഡ്രോയിങ്സ് എന്ന് പറയുമ്പം കോൺഷ്യസ്നെസ്, മനസ്സിൻ്റെ ആഴങ്ങളിലുള്ള ചില ഭാവങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം 0.05 വളരെ മൈന്യൂട്ട് പിൻ ഉപയോഗിച്ചിട്ടാണ്, ഈ പിൻ പോയിൻറ്റിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ടൈം എടുത്തിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ അതോടൊപ്പം ഞാൻ നേരത്തെ ഭൂട്ടാനിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് അന്ന് അവിടെ 1980s റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള കൾച്ചർ ബേസ് ചെയ്തുകൊണ്ട് റൂറൽ കൾച്ചറൽ സ്കേപ്പ് ഓഫ് റോയൽ ഭൂട്ടാൻ എന്നൊരു ടോപ്പിക് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ചിത്രങ്ങൾ ഏകദേശം 10-20 ചിത്രങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൈക്രോൺ പെൻ ക്യാൻസൺ ഷീറ്റിലാണ് വരച്ചിട്ടുള്ളത്. അതോടൊപ്പം ചെയ്യുന്ന എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു പടം ഏകദേശം 20 അടി ബൈ 4 അടി. അതിനുള്ളിൽ ഈ മൈക്രോൺ പെൻ ഉപയോഗിച്ച് തന്നെ 10,000 ഗണപതിയുടെ വിവിധ ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ, രേഖാചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 27 ദിവസം കൊണ്ട് 10,000 ഗണപതി രൂപങ്ങൾ വരച്ച് പൂർണ്ണമാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് റെക്കോർഡിന് അർഹനായത്. അതോടൊപ്പം ഇപ്പോൾ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് ഒരു ചിത്രം കൂടിയുണ്ട്. 4500 ഗണപതിയുടെ പെയിൻറ്റിങ്സ് ഓൺ എ സിംഗിൾ ക്യാൻവാസ്, സൈസ് ഓഫ് 17 feet into 5 feet. അത് ഇതിന് സ്പേസ് ഇല്ലാത്തത് കാരണം ഞാൻ പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഒരു 40-45 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള സമയത്തും ഇതേപോലെ രേഖാചിത്രങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഫോർത്ത് കമ്മിങ് ഇയേഴ്സിലൊക്കെ കൂടുതൽ എക്സിബിഷൻസ് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്രോസ് സെക്ഷൻ. അപ്പോൾ അതോടൊപ്പം ഇവിടെ കേരള ലളിതകല അക്കാദമി, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, ട്രിവാൻഡ്രം, ഇവിടെ എക്സിബിഷന് 4-ാം തീയതി ഇന്നിപ്പം രാവിലെ റോയൽ പാലസ് അംഗമായ പ്രിൻസ് ആദിത്യവർമ്മ തമ്പുരാൻ ഇനാഗുറേറ്റ് ചെയ്തു. അതോടൊപ്പം ആർക്കിടെക്റ്റ്, ഹാബിറ്റാൻ്റെ CEO പത്മശ്രീ ജി ശങ്കർ, ഡോക്ടർ രാമൻകുട്ടി, നമ്മുടെ പഴയ CMൻ്റെ മകൻ C അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി, അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, അതുപോലെ തന്നെ ശ്രീ സാജൻ കോസ്റ്റ്ഫോർഡ് ഡയറക്ടർ, ശ്രീ JS ഇന്ദുകുമാർ CEO അമൃത TV, അതുപോലെ തന്നെ നമ്മുടെ നിലമേൽ എക്സ്പോർട്സിൻ്റെ CEO ശ്രീ സുരേഷ് അവറുകൾ, ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇവിടെ സന്നിഹിതരായിരുന്നു. അതോടൊപ്പം കലാസ്വാദകരായിട്ടുള്ള ആർട്ട് ലവേഴ്സും ഉണ്ടായിരുന്നു. ഈ എക്സിബിഷൻ ഇവിടെ
ഇന്ന് 4-ാം തീയതി തൊട്ട് 13-ാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ സാഹചര്യങ്ങളുണ്ട്. നല്ലൊരു ഗ്യാലറിയാണ്. എല്ലാവിധ തലങ്ങളിലുള്ള ആൾക്കാരെയും ഈ ഗ്യാലറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.